ഇഡലി ആകുമ്പോൾ എളുപ്പത്തിൽ രാവിലത്തെ പണി അങ്ങ് തീരുമല്ലേ. അപ്പം ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള കറികളുണ്ടെങ്കിൽ മാത്രമേ കഴിക്കൂന്ന് മാത്രം. അപ്പം നമുക്ക് ഇന്ന് ഇഡലിക്ക് ചൂട് സാമ്പാറും അതുപോലെ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ലോണം ഇഡലി മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇഡലിക്ക് പൊതുവേ ഗ്രൈൻഡറിലാണ് കേട്ടോ അരക്കാറുള്ളത്. ഗ്രൈൻഡറിലാകുമ്പോൾ ഉഴുന്ന് കുറച്ച് മതിയേ. അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് എടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡലി കിട്ടും. അപ്പോൾ സാമ്പാറിന് വേണ്ട പച്ചക്കറികളൊക്കെ ഞാൻ അങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മ കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഏട്ടൻ രാവിലെ തന്നെ ഒരു എന്താ പറയുക ഹെൽത്തി ഡ്രിങ്ക് എന്നൊന്നും പറയാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. കാരണം ചെറുനാരങ്ങ അതുപോലെ തന്നെ നമ്മുടെ തേനൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഡെയിലി കുടിക്കുന്ന കാണാം. പക്ഷേ ചെറുനാരങ്ങ എത്രത്തോളം നല്ലതാണ് രാവിലെ വെറുതെ അറിയില്ല. പിന്നെ ചെറിയൊരു കലിപ്പില്ലാന്ന് കൈസ് അതാണ് എന്നെ മൈൻഡ് ചെയ്യാണ്ട് പോയത്. അപ്പോൾ ഞാൻ നമ്മളെ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട്. അപ്പം അമ്മ ആ സമയത്ത് എന്ത് ചെയ്തു, നമ്മുടെ ചോറൊക്കെ വേഗം ഒന്ന് റെഡിയാക്കണ്ടേ. അപ്പം വേഗം ഒന്ന് അടുപ്പിൽ തീയൊക്കെ ഇട്ട് ഞാൻ തീ കത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂറാവും. അതുകൊണ്ട് തന്നെ അമ്മയാണ് കേട്ടോ ആ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ പരിപ്പ് വേവിച്ചതിലേക്ക് ഇട്ട് നമ്മുടെ സാമ്പാർ പൊടിയും ഇട്ട് കുറച്ച് മുളകും മഞ്ഞളും മല്ലിയും ഒക്കെ ഇട്ട് മൊത്തത്തിൽ പൊടികൾ മൊത്തം ഇട്ട് ഒരൊറ്റ വിസിലിൽ അങ്ങ് എടുത്ത് വെക്കും. പിന്നെ നമ്മുടെ തേങ്ങ അരച്ച കൂട്ടെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ എളുപ്പപ്പണിയാണ് കേട്ടോ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ. അതൊരു ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഈ തേങ്ങ വറുത്തരക്കൽ. അപ്പോൾ അത് എളുപ്പത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ വേഗം അങ്ങ് സാമ്പാർ നമുക്ക് റെഡിയാക്കാൻ പറ്റി. അപ്പോൾ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും എണീറ്റിട്ട് രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 2 മിനിറ്റ് കണ്ണ് തെറ്റിയാൽ രണ്ടും കൂടി ഭയങ്കര ഫൈറ്റ് ആയിരിക്കുമേ. അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ തേങ്ങ വറുത്തരച്ച കൂട്ടും പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് പുളിവെള്ളവും അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലയും ഇട്ട് അങ്ങ് അലങ്കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി. പിന്നെ ഇതിൻ്റെ ഒരു പൊടിക്കൈയാണ് കേട്ടോ. ഞാനൊരു കഷ്ണം നമ്മുടെ ശർക്കരേൻ്റെയോ അല്ലെങ്കിൽ കുറച്ച് ഒരു നുള്ളു പഞ്ചസാര ഇട്ടിട്ട് ഞാൻ സാമ്പാർ ഒന്ന് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യും. പിന്നെ നമ്മുടെ ചട്നി ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇഡ്ഡലി റെഡിയായി. ഇനിയിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മുടെ കാശൂട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അവന് ടിഫിൻ ബോക്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നെല്ലിക്ക ഉപ്പിലിട്ടത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്തതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇഡലി ഇങ്ങനെ വാരി എടുക്കുന്നുണ്ട്. ഇത്രയൊന്നും കഴിക്കൂല, പക്ഷേ വെറുതെ അത് വീഡിയോക്ക് മുമ്പിൽ ഒരു ഷോ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ പ്ലേറ്റ് മാറ്റി. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ അകത്ത് സാമ്പാർ ഒന്നിൻ്റെ അകത്ത് ചട്നി അങ്ങനെ കഴിക്കണം അമ്മയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ.